ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് നമുക്കെവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ, ഇത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. സ്നാപക യോഹന്നാൻ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനവും ജീവിതവും നോക്കുമ്പോൾ അബിയാക്കൂറിൽ താമസിച്ചിരുന്ന അഹ്റോന്റെ വംശജനായിരുന്ന പുരോഹിതനായ സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും മകനായി ജൂൺ 24 ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. എലിസബത്ത് കന്യമറിയാമിൻ്റെ ബന്ധു ആയിരുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യം നോക്കുമ്പോഴും 39 മുതൽ 41 ആദ്യ ഭാഗം നോക്കുമ്പോഴും 57 മുതൽ 66 വരെയും 76 മുതൽ 80 വരെയുമുള്ള വേദഭാഗങ്ങൾ നാം നോക്കുമ്പോൾ നമുക്ക് ഈ യോഹന്നാൻ മംദാനയെ കുറിച്ച് വളരെ ക്ലിയറായി മനസ്സിലാകും. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനനം അത്ഭുതകരമായിരുന്നു എന്നാണ്. മാതാപിതാക്കൾ വൃദ്ധരായിരുന്നു. പതിവ് പോലെ സക്കറിയ പ്രവാചകന്റെ ആ തവണ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവാലയത്തിൽ തൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ആ മാലാഖ വന്ന് അവനെ പ്രത്യക്ഷപ്പെടുന്നത്. ആ മാലാഖ അവനെ അറിയിച്ചത് അവന് വിശ്വസിക്കാഴിയാൽ അവന് ആ കുഞ്ഞുണ്ടാകുന്നത് വരെ പിന്നെ സംസാരിക്കുവാൻ സാധിച്ചില്ല. ഒരു ഫലകമെടുത്ത് യോഹന്നാൻ എന്ന് എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവന് സംസാരിക്കുവാൻ സാധിച്ചതും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, മറ്റുള്ളവർ കേൾക്കെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചത് എന്നും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സ്നാപക യോഹന്നാന്റെ ജീവിതം മരുഭൂമിയിലായിരുന്നു. ബാല്യകാലം കഴിഞ്ഞ ശേഷം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ താമസിച്ചു എന്ന് നമുക്ക് അറിയാം. അവൻ ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. അവന്റെ ആഹാരം തേനീച്ചച്ചാറും കാട്ടുതേനും ആയിരുന്നുവെന്ന് നമുക്ക് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ മനസ്സിലാകും. അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പാപങ്ങൾക്കുള്ള പശ്ചാത്താപ സ്നാനം നൽകിയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവൻ്റെ പ്രധാന ദൗത്യം എന്നത് മശിഹ ആയ കർത്താവിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. അവൻ്റെ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിന് സ്നാനം അഥവാ മാമോദീസ നൽകുക എന്നതായിരുന്നു. ആദ്യത്തെ ദൗത്യത്തിൽ മശിഹയായ കർത്താവിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. ജനങ്ങളോട് അവൻ പറഞ്ഞത്, ഞാൻ വെള്ളത്തിൽ സ്നാനം കൊടുക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. 33-ാം അധ്യായം 11-ാം വാക്യം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ അവൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിന് സ്നാനം നൽകുക എന്നതായിരുന്നു. അവൻ സ്നാനം നൽകിയപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവായി ഇറങ്ങി പിതാവിൻ്റെ ശബ്ദം കേൾക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ പിന്നീട് യേശുവിനെ കുറിച്ച് ലോകരോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ലോകത്തിൽ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഇവൻ എന്ന് പ്രസംഗിച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 29 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ, അതായത് ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരാൾ മറ്റൊരാളെ പ്രശംസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോകത്തിൽ. എന്നാൽ ഇവിടെ സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നെ കഴിഞ്ഞും വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവും അവനെ പുകഴ്ത്തി പറയുന്നത് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സ്ത്രീകളിൽ ജനിച്ചവൻ ഇവനെ കഴിഞ്ഞും വലിയവനില്ല എന്ന് പറയുന്ന ആ ഭാഗവും യേശു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നാപക യോഹന്നാന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. യോഹന്നാൻ സ്നാപകൻ ആരെയും ഭയപ്പെട്ടിരുന്നില്ല. അവൻ
രാജാവിനെ പോലും വിമർശിച്ചിരുന്നു, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഹെരോദോസ് അന്തിപ്പാസ് രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെരോദിയാസിനെ വിവാഹം കഴിച്ചതിന് യോഹന്നാൻ കുറ്റപ്പെടുത്തിയതിനാൽ അവനെ തടവിലാക്കി. ഹെരോദിയാസിൻ്റെ മകൾ സലോമയുടെ അഭ്യർത്ഥന പ്രകാരം രാജാവ് യോഹന്നാൻ്റെ തല വെട്ടിക്കൊടുക്കുവാൻ ഉത്തരവിട്ടു. സലോമയുടെ അമ്മ യോഹന്നാൻ സ്നാപകനെ വെറുത്തിരുന്നു. ആയതിനാൽ ആണ് ഇത് സംഭവിച്ചത്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14 അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കിത് ക്ലിയറായി മനസ്സിലാകും. ശിഷ്യന്മാർ വന്നു അവൻ്റെ ശരീരം എടുത്ത് സംസ്കരിച്ചു. പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. പുതിയ നിയമത്തിലെ മുതിർന്ന ആദ്യ സാക്ഷിയായിരുന്നു സ്നാപക യോഹന്നാൻ. സഭയിൽ വലിയ വിശുദ്ധനും യേശുവിൻ്റെ വഴി ഒരുക്കിയവനുമായി ആദരിക്കപ്പെടുന്നു. ക്രിസ്ത്യൻ സഭകളിൽ യോഹന്നാൻ സ്നാപകനെ ക്രിസ്തുവിൻ്റെ മുന്നോടിയായ ശബ്ദം എന്ന് വിളിക്കുന്നു. അവൻ മരിച്ചത് ഓഗസ്റ്റ് 29 തീയതിയാണ് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അവൻ നാസീറായിരുന്നു. അവൻ്റെ ജീവിതം ലളിതവും ധൈര്യമുള്ളതും വിശ്വാസമുള്ളതും ദൈവ സന്നിധിയിൽ സമർപ്പിച്ചവനും ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സ്നാപക യോഹന്നാനെ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇനിയുള്ളവരോട്, നമ്മുടെ പുതിയ തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ആ അറിവ് നമ്മൾക്കുണ്ടോ? അവരെ ആ സത്യവഴിയിലൂടെ മുമ്പോട്ട് നയിക്കത്തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തെ, പുതിയ തലമുറയെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സുബോധമുണ്ടായി അവർ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് ജീവിക്കത്തക്കവണ്ണം നാം അവരെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ആയതിനാൽ നാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനങ്ങളിൽ, ദേവാലയത്തിൽ ഒരു മാതൃകയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഒരു ദൈവവിശ്വാസി നമ്മൾ ആണെങ്കിൽ നമ്മളെ കണ്ട് മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പ്രചോദനത്തിലൂടെ നമ്മൾ ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.